നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടിയുടെ കാര്യത്തിൽ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷന്റെ തീരുമാനം എന്ത്? ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണല്ലോ അത്. അദ്ദേഹം ബ്രസീലുമായിട്ട് വെർബൽ എഗ്രിമെന്റിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ റയൽ മാഡ്രിഡുമായിട്ടുള്ള എക്സിറ്റ് പ്രോസസ്സ് അത്ര സ്മൂത്ത് ആയില്ല. അതുകൊണ്ട് ആ ഡീൽ കൊളാപ്സ്ഡ് ആയേക്കുമെന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. എന്നാൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ബ്രസീൽ മാധ്യമം ഗ്ലോബോയും ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രീസിയോ റൊമാനോയും നൽകുന്നുണ്ട്. റൊമാനോ കൃത്യമായിട്ട് പറയുന്നു, ബ്രസീലിയൻ ഫെഡറേഷൻ ആർ വെയിറ്റിംഗ് ഫോർ റയൽ മാഡ്രിഡ് ആൻഡ് കാർലോ ആഞ്ചലോട്ടി ടു സോർട്ട് ദി എക്സിറ്റ് പ്രോസസ്. അപ്പോൾ ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ കാർലോ ആഞ്ചലോട്ടിയുമായിട്ടുള്ള ഡീൽ നടക്കില്ല എന്ന് പറഞ്ഞ് പിൻവാങ്ങിയിട്ടില്ല. അവർ കാത്തിരിക്കുകയാണ്. കാർലോ ആഞ്ചലോട്ടിയും റയൽ മാഡ്രിഡും തമ്മിലുള്ള എക്സിറ്റ് പ്രോസസ്സ് അത് സോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ബ്രസീലിയൻ ഫുട്ബോൾ ഫെഡറേഷൻ. മാത്രമല്ല, അദ്ദേഹം വീണ്ടും വിശദീകരിക്കുന്നു, ബ്രസീലിന് കാർലോ ആഞ്ചലോട്ടിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ഇത് നേരത്തെയും പുറത്തു വന്നതാണ്, ഒരു വെർബൽ എഗ്രിമെൻ്റ് ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് റയൽ മാഡ്രിഡും കാർലോ ആഞ്ചലോട്ടിയും തമ്മിൽ ആ ഒരു എക്സിറ്റ് സ്റ്റെപ്സ് ക്ലാരിഫൈ ചെയ്യുന്നത് വരെയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അവർ. അതിലൂടെ മാത്രമാണ് ഇനി ബ്രസീലിന് എന്തെങ്കിലും ആക്ട് ചെയ്യാനുള്ളൂ. കാർലോയും റയൽ മാഡ്രിഡും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് തന്നെയാണ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ അവർ ഈ സീസൺ അവസാനത്തോടു കൂടി വഴി പിരിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രസീൽ ആർ വെയിറ്റിംഗ് ലിറ്റിൽ ലോങ്ങർ. യെസ്, ബിഫോർ കോളിംഗ് ദി ഡീൽ ഓഫ് ആൻഡ് നെഗോഷിയേറ്റിംഗ് വിത്ത് അതർ കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡിംഗ് ഹോർഗെ ഹീസസ്. അപ്പോൾ മറ്റ് കാൻഡിഡേറ്റ്സുമായിട്ട് നെഗോസിയേഷൻ നടത്തുമ്പോൾ അതിൽ ഹോർഗെ ഹീസസ് ഒക്കെ ഉണ്ട്. അവരുമായിട്ട് നെഗോസിയേഷൻ നടത്തുന്നതിനും അതുപോലെ തന്നെ ഈ ഡീൽ കഴിഞ്ഞു എന്ന് തീരുമാനിക്കുന്നതിനും മുമ്പ് ബ്രസീൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ കാർലോ ആഞ്ചലോട്ടി റയൽ മാഡ്രിഡുമായിട്ടുള്ള എക്സിറ്റ് പ്രോസസ്സ് നല്ല രൂപത്തിലാക്കി അവിടെ നിന്ന് പടിയിറങ്ങിയാൽ ഉടൻ കോച്ചായിട്ട് നിയമിക്കുക എന്നുള്ളതാണ് ബ്രസീൽ ഫെഡറേഷൻ്റെ ഒരു തീരുമാനം. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ് റിപ്പോർട്ട്. ഇനി ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, കാർലോ ആഞ്ചലോട്ടി അല്ലെങ്കിൽ പിന്നെ സെക്കൻഡ് ചോയ്സ് ആരാണ്? എല്ലാവരും പ്രചരിപ്പിക്കുന്നതും മറ്റും വാർത്തകളിൽ നമ്മൾ കണ്ടതും ഹോർഗെ ഹീസസ് എന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഗ്ലോബോ പറയുന്നത് ആബേൽ ഫെരീരയാണ് അവർ സെക്കൻഡ് ചോയ്സ് ആയിട്ട് കാണുന്നത് നാഷണൽ ടീമിൻ്റെ. ഹോർഗെ ഹീസസ് ഒരു പോസിബിലിറ്റിയാണ്. പക്ഷേ നെയ്മർ ജൂനിയറുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അദ്ദേഹത്തിൻ്റെ നല്ലതല്ലാത്തത് കൊണ്ട് ബ്രസീലിയൻ ഫുട്ബോൾ കോൺഫെഡറേഷന് ആ ഒരു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നെയ്മറുടെ പിതാവ് ഈ വിഷയത്തിൽ, അതായത് ആഞ്ചലോട്ടിയെ സൈൻ ചെയ്യുന്നതിന് വേണ്ടി കരുക്കൾ നീക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് ആദ്യം വഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഇപ്പോൾ ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ നെയ്മറുമായിട്ട് നല്ല രൂപത്തിലല്ല എന്നുള്ളത് ഹോർഗെ ഹീസസിന് അദ്ദേഹത്തിൻ്റെ ഡ്രീം ജോബിലേക്ക് എത്താൻ ഒരു വിലങ്ങ് തടിയായിട്ട് നിൽക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.